നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആരായാലും അവരെയെല്ലാം മുഖം നോക്കാതെ അഴിക്കുള്ളിലാക്കുമെന്ന സുധീര നയം വിളിച്ചോതുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചതിനെ അനീതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമായി അവതരിപ്പിക്കുന്നു സർക്കാരും സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ടുകാരും. പക്ഷേ സത്യത്തിൽ കേരളത്തിൻ്റെ തീരാശാപമായ വിഷങ്ങൾക്കെതിരെ ശരിയായ വല്ല നയവും ഈ സർക്കാരിന് ഉണ്ടോ? ഒറ്റപ്പെട്ട അറസ്റ്റുകൾക്കപ്പുറം പോയാൽ താഴെത്തട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേട്ടകൾക്ക് തടയിടാൻ ഈ സർക്കാരിൻ്റെ പോലീസ് എന്താണ് ചെയ്യുന്നത്? മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് നാട് കുട്ടിച്ചോറാക്കാൻ പണിയെടുക്കുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ ഒറ്റപ്പെട്ട അറസ്റ്റുകളിലൂടെ സൃഷ്ടിക്കുന്ന ധാർമ്മിക പരിവേഷത്തിൽ നാം വീണു പോകരുത്. സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നിലപാടും നയവും വേണമെന്നത് ആർക്കും തർക്കമില്ലാത്ത സംഗതിയാണ്. പക്ഷേ അതിനേക്കാൾ അപകടകരമാണ് വർഗീയ വിദ്വേഷം കുത്തിനിറച്ച് മനുഷ്യരുടെ ചോര കുടിക്കാൻ പണിയെടുക്കുന്ന കാളകൂട സംഘങ്ങൾ. അവരോട് മയപ്പെട്ടിട്ട് അവരെ വിഷക്കൂത്താടാൻ വിട്ടിട്ട് പിന്നെ പറയുന്ന ധാർമ്മിക വർത്തമാനങ്ങൾക്ക് ജനം വല്ല വിലയും കൽപ്പിക്കുമോ? പൂഞ്ഞാറിലിരുന്ന് ഒരു മുൻ MLA പുളിച്ച വർഗീയത വിളമ്പുന്നത് കണ്ടിരിക്കുന്ന ഒരു സർക്കാരിൽ നമുക്ക് എന്തു പ്രതീക്ഷയാണ് ബാക്കി? വിഭജനവാദികൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു പോലീസിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ശ്രീ പിണറായി വിജയൻ നടത്തുന്ന മതനിരപേക്ഷ വായ്ത്താരികൾ കേട്ടിരിക്കാൻ ഇനിയും കേരളത്തിന് ബാധ്യതയുണ്ടോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി വെക്കുക, ഉടനെ വിട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര് എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ലെന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PCOർ പറയുന്നത്, നിങ്ങളപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായി പോയ ഒരാൾ പറയുന്ന കേവലമായ പുലമ്പലുകളല്ല PC ജോർജ് ഇപ്പോൾ ഈ തികട്ടി വയ്ക്കുന്നത്. മറിച്ച് എത്രയോ കാലമായി ഹിന്ദുത്വ വർഗീയ സംഘങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ കുഴിച്ചുവെച്ച് വളർത്താൻ ആഗ്രഹിക്കുന്ന വിഷവൃക്ഷത്തിൻ്റെ പ്രചാരകനായി അയാൾ മാറിയിരിക്കുകയാണ്. മൈക്ക് കെട്ടിവെച്ചും TV ചാനലുകളിലെ ചർച്ചാമുറികളിൽ കയറിയിരുന്നുമെല്ലാം ജോർജ് ഈ പരമത വിദ്വേഷം ആഞ്ഞാഞ്ഞ് പറയുകയാണ്. മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് ജനം തിരസ്കരിച്ച ഒരാൾ പറയുന്ന പുഴുത്ത വാക്കുകളെ ആര് വകവയ്ക്കാനാണെന്ന് ആലോചിക്കാം. പക്ഷേ അങ്ങനെ അവഗണിച്ച് നാം നേടിയത് എന്താണെന്ന് ഇരുത്തി ആലോചിക്കേണ്ട സമയമാണ് ഇത്. സംഘപരിവാരം ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന വിദ്വേഷവാചകങ്ങളൊന്നും നാം പരിഗണിക്കേണ്ടതില്ലെന്നും കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തള്ളിമറിച്ചിടാൻ അത്തരം സംഘങ്ങൾക്കൊന്നും കഴിയില്ലെന്നും നമ്മൾ ആത്മവിശ്വാസം കൊള്ളുന്നുവെങ്കിൽ ആ ആത്മവിശ്വാസത്തിൻ്റെ സമയം കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യം. CPIMനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അതിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ നിന്ന് വോട്ടിറങ്ങിപ്പോയി BJPയുടെ പാളയത്തിൽ കൂടുകൂട്ടുന്നുവെന്ന സംഗതി മാത്രം വിലയിരുത്തിയാൽ കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നത്തിൻ്റെ ആഴം നമുക്ക് പിടികിട്ടും. കത്തോലിക്കാ സഭയിലെ പുരോഹിത നേതൃത്വം മുൻപെങ്ങും സ്വീകരിക്കാത്ത സമീപനം കൈക്കൊള്ളാൻ നിർബന്ധിതരാകുന്നതിലുണ്ട് നമുക്കുള്ള അപകടകരമായ സൂചനകൾ. ഫേസ്ബുക്കിലെ വിദ്വേഷ ഗ്രൂപ്പായി തുടക്കം കുറിച്ച കാസയ്ക്ക് ഇന്ന് ആഴ്ചതോറും കമ്മിറ്റികൾ കൂടി ആളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് ഈ കേരളത്തിൽ എന്നതും നാം ആലോചിക്കണം. നമ്മുടെ കാൽപ്പനിക മതനിരപേക്ഷതയുടെ അടി തകരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജാതി മത വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന പരാമർശങ്ങൾ നടത്തുക, ഏതെങ്കിലും മതത്തിനെതിരെ വെറുപ്പും വിദ്വേഷവും ചൊരിയുക, ഇവയെല്ലാം നിയമപരമായ നടപടികൾ എടുക്കേണ്ടുന്ന കുറ്റങ്ങളാണ്. ഒരു സർക്കാരിനും അതിന്മേൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഒഴിയാൻ കഴിയില്ല. അവഗണിക്കാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് പറയാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്നർത്ഥം. ലോകം മുഴുവൻ കണ്ട ഒരു കുറ്റവും അതിന്മേലൊരു പരാതിയും മുന്നിലുണ്ടായിട്ടും നിയമപരമായ ബാധ്യതകൾ പൂർണ്ണമായും നിർവഹിക്കാത്ത ഭരണകൂടം ഭരണഘടനാപരമായ അതിൻ്റെ ഉത്തരവാദിത്തത്തെയാണ് അവമതിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ടായിരിക്കും
PC ജോർജിൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ അതിവേഗ നടപടി വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? അവഗണിച്ച് മൂലക്കിരുത്താൻ തന്നെയായിരിക്കുമോ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം? മുൻപൊരിക്കൽ വിദ്വേഷം പ്രസംഗിച്ചതിന് ജോർജിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന് ജോർജിനോട് എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടാകേണ്ട കാര്യവുമില്ലല്ലോ എന്നു കരുതാം. AKG സെൻറ്റർ ആക്രമണ കേസിലെ പ്രതിയെ പിടിക്കാൻ കഴിയാതെ സർക്കാരും CPM-ഉം തന്നെ അടിവില്ലിൽ വീണിരിക്കുന്ന സമയത്താണ് 2022-ൽ PC ജോർജിനെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത്. അന്നത്തെ അറസ്റ്റിന് ശേഷം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ? പിറ്റേന്ന് പുറത്തിറങ്ങിയ ജോർജിനെതിരെ എന്തെങ്കിലും തുടരന്വേഷണം നടന്നോ? വെറുപ്പ് വിതറിയ അനന്തപുരി മഹാസമ്മേളനം സംഘടിപ്പിച്ച ഹിന്ദു മഹാപരിഷത്ത് എന്ന സംഘടനയ്ക്കെതിരെ എന്തെങ്കിലും അന്വേഷണം നടന്നിരുന്നോ? അവരിൽ ആരെയെങ്കിലും പ്രതി ചേർക്കുക എങ്കിലും ചെയ്തോ? ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുകയാണെന്നും ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറാവുന്നില്ലെന്നും മുസ്ലിം സ്ത്രീകൾ 8ഉം 10ഉം പ്രസവിച്ചിട്ടും ഇനിയും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നും പറഞ്ഞു ജോർജ് അന്ന്. ഇതര സമുദായങ്ങളിലെ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞ ജോർജ് 2060ഓടെ ഇന്ത്യയാകെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് മുസ്ലിം ഭീകരർ എന്ന് ആരോപിച്ചു. സ്വന്തം തട്ടകത്തിലെ മതനിരപേക്ഷ വോട്ടർമാർ കൈവിട്ടുവെന്ന് ഉറപ്പായതോടെ പരമാവധി വർഗീയത തുറന്നു പറയുക എന്ന പുതിയ ലൈനിലേക്ക് ജോർജ് മാറി. അതിന് നിയമവ്യവസ്ഥ അയാൾക്ക് ഒരു തടസ്സവുമായില്ല. കർശന ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ജോർജ് നടത്തുന്ന ഈ കടുംകൈകളെല്ലാം പോലീസ് കണ്ടുനിന്നു. പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ വോട്ട് വാങ്ങിയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയമെന്നാണ് പുതിയ ആക്ഷേപം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന്, വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമും ഇന്ത്യയിലില്ലെന്ന്. ഇതൊക്കെ ജോർജ് പറയുമ്പോൾ ഒരു നിയമത്തെക്കുറിച്ചും അയാൾ വ്യാകുലനല്ല. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ തീവ്രവാദ സംഘടന ഒരുമിച്ച് കൂടി എന്തിന്? അവിടെ BJP സ്ഥാനാർത്ഥി തോപ്പിക്കാൻ, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ. ഇതിന്റെ മര്യാദ എന്താ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പരാതിയും വിമർശനവുമൊക്കെ ഉയർന്നു വന്നിട്ടും ജോർജിനെ പോലെ ഒരു മാലിന്യത്തെ കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായ ബാധ്യത പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും പൂർണ്ണമായും നിറവേറ്റുന്നില്ല. നിരന്തരമായി വിദ്വേഷം പ്രസംഗിക്കുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡറെ കോടതിക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും കർശന ശിക്ഷ ഉറപ്പാക്കാനും കഴിയുന്നൊരു സുവർണ അവസരമാണ് ഇത്. പക്ഷെ സർക്കാർ അത് ആഗ്രഹിക്കുന്നില്ല. എന്തായിരിക്കും അതിന് കാരണമെന്നാണ് നാം ആലോചിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മോഹഭംഗം സംഭവിച്ചൊരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയുടെ അവസാന അടവുകളായല്ല ജോർജിൻ്റെ പ്രസംഗങ്ങളെ നാം കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ ഐക്യവും വളർച്ചയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന വലിയ സംഘങ്ങളുടെ പ്രചാരകനാണ് ഇന്ന് ജോർജ്. ഉത്തരേന്ത്യയിലെ വർഗീയ ഭ്രാന്തന്മാരായ ചില സന്യാസിമാരോട് കിടപിടിക്കും വിധത്തിൽ ജോർജ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ തൻ്റെ വളർച്ച അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പുതുതായിട്ടൊരു മുസ്ലിമിൽ ജവളിക്കടയുടെ മരുന്ന് വഴി ഞാൻ നമ്മുടെ എൻ്റെ സുരേഷ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ആ കടയ്ക്കകത്ത് ഒരു 150 പേര് തള്ള്, അതിനിപ്പുറത്ത് അതിലും നല്ല രീതിയിൽ വെച്ച ഒരു നായരുടെ കടയുണ്ട്. ഈച്ചയാട്ടി ഇരിപ്പുണ്ട്. നമ്മുടെ ആളുകളുടെ ഗുണമാണ് പറഞ്ഞത്. മുസ്ലിം മതന്യൂനപക്ഷത്തെ തകർക്കണമെങ്കിൽ ആദ്യം അവരെ സാമ്പത്തികമായി തച്ചുടയ്ക്കണം എന്ന ഹിന്ദുത്വ വർഗീയവാദ രാഷ്ട്രീയത്തിൻ്റെ സിദ്ധാന്തം ശിരസാവഹിച്ച ആഹ്വാനങ്ങളാണ് ജോർജ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ കയ്യടിയോടെ 2022-ൽ അനന്തപുരിയിലെ സദസ്സ് അത്തരമൊരു വർത്തമാനം ഏറ്റെടുക്കുന്നത് നാം കണ്ടു. ടെലിവിഷൻ ചർച്ചയിലെ പുതിയ ആഹ്വാനവും നിശബ്ദമായി ഏറ്റെടുക്കാൻ പരിവപ്പെടുന്നൊരു സമൂഹം ഇന്ന് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. 2022-ലെ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിൽ അതിവേഗം ജോർജ് ജാമ്യം നേടി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ സർക്കാർ വാദം പറയാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് ഹാജരായില്ല. ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിശദീകരിച്ചു. മതവിദ്വേഷ പ്രസംഗത്തിൽ എന്തുകൊണ്ട് ജോർജിനെ അറസ്റ്റ് ചെയ്തുവെന്ന് ബോധ്യപ്പെടുത്താൻ പോലീസിനായില്ലെന്നാണ് വിട്ടയക്കുമ്പോൾ കോടതി പറഞ്ഞത്. പ്രോസിക്യൂഷനെ കേൾക്കാതെ ജാമ്യം നൽകാനാവുന്ന വകുപ്പാണ് പോലീസ് ജോർജിനെതിരെ ചുമത്തിയത് എന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. മുൻപ് സമാനമായ കേസുകൾ ജോർജിനെതിരെ ചുമത്തിയോ എന്നതിലും വ്യക്തത നൽകാൻ പോലീസിനായില്ല. അന്നത്തെ അറസ്റ്റ് നടപടി അത്രയും ദുർബലമായിരുന്നുവെന്ന്, വെറും പേരിനു വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമാക്കി തരുന്നവയാണ് ഈ ഘടകങ്ങൾ. മുൻ ജനപ്രതിനിധിയായതിനാൽ ഒളിവിൽ പോകുമെന്ന് വിശ്വസിക്കാനാകില്ലെന്ന കോടതിയുടെ സ്വന്തം ബോധ്യം കൂടി ചേർത്താണ് അന്ന് ജോർജിന് ജാമ്യം അനുവദിക്കപ്പെട്ടത്.
പുറത്തിറങ്ങിയ ജോർജിന് ആത്മവിശ്വാസം ഏറുകയാണുണ്ടായത്. മജിസ്ട്രേറ്റിൻ്റെ ഔദ്യോഗിക വീട്ടിന് മുന്നിൽ വെച്ച് ജോർജ് തൻ്റെ മതവിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചു. വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ കച്ചവടക്കാരോട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന ഉദാര സമീപനം എത്രയാണെന്ന് ജോർജിന് നല്ല ബോധ്യമുണ്ട്. ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വഴി പോലീസ് വണ്ടി തടഞ്ഞ് ജോർജിന് അഭിവാദ്യമർപ്പിക്കാൻ BJP പ്രവർത്തകർക്ക് കഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് അയാളുടെയും അയാൾക്കൊപ്പമുള്ളവരുടെയും ആത്മവിശ്വാസം. സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുളം കലക്കൽ ജോർജ് ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ജോർജ് ഇതിലെ ഒരു പരൽമീൻ മാത്രമാണ്. സ്രാവുകൾ ഇപ്പോഴും അടിത്തട്ടിൽ വിഷം തുപ്പി നീന്തുന്നുണ്ട്. അത് തടയാൻ കഴിയുമോ സർക്കാരിന്? തടയണമെന്ന ആലോചനയെങ്കിലും ഉണ്ടോ സർക്കാരിന്? ഇല്ല. അവിടെയാണ് ഈ കേരളത്തിൻ്റെ ദുർഗതി. ക്രിസ്ത്യൻ സമുദായത്തിനകത്തെ മനുഷ്യരെ വർഗീയമായി ചിന്തിപ്പിക്കാനുള്ള വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരിലൊരു വിഭാഗത്തെ ആ നിലയ്ക്ക് മാറ്റിയെടുക്കുന്നത് ഏതെങ്കിലും മുഖമില്ലാത്ത ഫേസ്ബുക്ക് പ്രൊഫൈലുകളല്ല. ജോർജിനെ പോലെ സാമൂഹിക ഉത്തരവാദിത്തമില്ലാത്ത ഏതെങ്കിലും ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനുമല്ല. അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയൊന്നുമല്ല CPIM. പക്ഷേ അവരിപ്പോൾ അതിൽ വേറെ എന്തോ കളിയാണ് കളിക്കുന്നത്. ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോൾ ഇനിയൊരു സ്ത്രീക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുത് എന്ന സന്ദേശം നൽകുകയാണ് സർക്കാരെന്ന് പറയുന്നു ഭരണകൂടത്തിൻ്റെ പുകഴ്പാട്ടുകാർ. ഇനി ഒരാളും നാട് കുട്ടിച്ചോറാക്കുന്ന വെറുപ്പ് പറയാൻ പാടില്ല എന്ന ആഗ്രഹവും നയവും സർക്കാരിനില്ലെന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊന്ന് ഉണ്ടെങ്കിൽ ജോർജിനെ അറസ്റ്റ് ചെയ്ത് കണിശമായ സന്ദേശം കേരളത്തിന് നൽകാൻ സർക്കാർ വൈകുമായിരുന്നില്ല. 3 വർഷം മുൻപ് മൂന്നാംകിട വർഗീയത പ്രസംഗിച്ച് അറസ്റ്റിലായ ജോർജിന് പിന്തുണ അറിയിക്കാനും ആശീർവദിക്കാനും ആ നാട്ടിലെ പുരോഹിതർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയെന്ന് കാണുമ്പോൾ നാം ഞെട്ടണ്ടേ? നമ്മുടെ ഭരണകൂടം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ? ഒരു സമുദായത്തെ ആകെ തൻ്റെ വഴിക്ക് തെളിക്കാനുള്ള പദ്ധതിയിൽ ജോർജ് വിജയസൂചനകൾ കാണുന്നുണ്ട് എന്നല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം? അതിനെ വഴിയിൽ തടയാനുള്ള ഉത്തരവാദിത്തം ഈ സർക്കാർ എന്തുകൊണ്ടാണ് നിർവഹിക്കാത്തത്? UDFനെ മുസ്ലിം തീവ്ര സംഘങ്ങൾ വരുതിയിലാക്കി കഴിഞ്ഞു എന്ന ആക്ഷേപം ക്യാമ്പയിൻ രൂപത്തിൽ അവതരിപ്പിക്കുന്ന CPIM എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനകത്തേക്ക് കടന്നു കയറുന്ന വർഗീയവാദത്തിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കാത്തത്? അതിനെതിരെ കവലകൾ തോറും മൈക്ക് കെട്ടി പ്രസംഗിക്കാത്തത് എന്തുകൊണ്ടാണ്? കാസയെ പോലെയുള്ള മതവർഗീയ സംഘങ്ങൾക്ക് പാരിഷ് ഹാളുകൾ തുറന്നു കൊടുക്കുന്ന പുരോഹിത ശ്രേഷ്ഠരോട് നാടിനെ നാലുവഴിക്കാക്കരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതെല്ലാം നടക്കട്ടെ എന്നാണോ CPMൻ്റെയും അവരുടെ സർക്കാരിൻ്റെയും നിലപാട്? ജോർജ് ഒറ്റയ്ക്കല്ലെന്ന് വീണ്ടും വീണ്ടും പറയാൻ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അധികമൊന്നും കാലമായില്ല താമരശ്ശേരി അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം സത്യങ്ങളും വസ്തുതകളും 33 ചോദ്യോത്തരങ്ങളിലൂടെ എന്ന ഒരു കൈപ്പുസ്തകം പുറത്തിറക്കിയിട്ട്. മുസ്ലിം വിരുദ്ധതയും വിദ്വേഷ പ്രചാരണവുമായിരുന്നു അതിൻ്റെ ഉള്ളുനിറയെ. ക്രിസ്ത്യൻ കുട്ടികൾക്കുള്ള വേദപാഠ ക്ലാസ്സിലൂടെയാണ് കൈപ്പുസ്തകം പ്രചരിപ്പിച്ചത്. പെൺകുട്ടികളെ വശീകരിക്കാനായി മുസ്ലിം മതപുരോഹിതന്മാർ വഴി കൈവശം നൽകുന്നുവെന്നും മുസ്ലിങ്ങളുടെ ദൈവത്തിന് ഈശോ മുന്നറിയിപ്പ് തരുന്നത് പോലെ സാത്താൻ്റെ സ്വഭാവമാണെന്നും ആ കൈപ്പുസ്തകത്തിൽ അവർ അച്ചടിച്ചു വെച്ചു. 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള കൈപ്പുസ്തകത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത സ്പർദ്ധ പരത്തുന്ന ഉള്ളടക്കങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 123 സ്കൂളുകളിലായി 20,000-ഓളം വിദ്യാർത്ഥികളിലേക്കാണ് ഈ വിദ്വേഷം കുത്തിച്ചെലുത്തിയത്. വിവാദമായതോടെ കൈപ്പുസ്തകം പിൻവലിക്കാൻ അതിരൂപത അന്ന് തയ്യാറായെങ്കിലും ആ പുസ്തകം കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ച വിഷം തിരിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. അത് ആ സഭാ നേതൃത്വം പോലും ആഗ്രഹിക്കുന്നുണ്ടെന്നും അന്ന് തോന്നിയുമില്ല. കണ്ണൂർ ഇരിട്ടിയിലെ മണിക്കടവ് സെയിൻറ്റ് തോമസ് പള്ളിയിലെ പെരുന്നാൾ പ്രസംഗത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ പുരോഹിതനെ പോലീസ് കേസിനൊടുവിൽ തള്ളിപ്പറയാൻ സഭാ നേതൃത്വം തയ്യാറായെങ്കിലും വേഗത്തിൽ അവർ അന്ന് നിലപാട് തിരുത്തി. ഇതര മതസ്ഥരുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ച ഫാദർ ആന്റണി തറക്കടവലിൻ്റെ നിലപാടിൽ തെറ്റൊന്നുമില്ലെന്നായിരുന്നു പിന്നീട് സഭ പറഞ്ഞ നിലപാട്. കുട്ടികളുടെ ദീപിക ചീഫ് എഡിറ്ററും ദീപിക ബാലസംഖ്യം ഡയറക്ടറുമായ ഫാദർ റോയി കണ്ണഞ്ചർ നടത്തിയ പരാമർശവും സമാന സ്വഭാവം ഉള്ളതായിരുന്നു. പക്ഷേ സഭ അതിലൊരു തിരുത്തൽ സ്വഭാവമുള്ള നിലപാടിലേക്ക് ഇനിയും കടന്നില്ല. ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ്റെ വരവോടെ വർഗീയതയുടെ കുമിഞ്ഞൊഴുക്കാണ് കേരളം കണ്ടത്. അതുമാത്രവുമല്ല, പലതരം വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ മുസ്ലിം വിരുദ്ധത വിതറി മുടിയഴിച്ചാടി. പുരോഹിതന്മാർ വരെ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു.
വർഗീയ പ്രചാരകരുടെ നീക്കങ്ങൾ ക്രിസ്ത്യൻ യുവത്വത്തെ എത്രത്തോളം സ്വാധീനിച്ചുവെന്നും അതെത്ര അപകടകരമായി വളർന്നുവെന്നും മനസ്സിലാക്കി തരുന്നതായിരുന്നു അത്. പരാതി കിട്ടിയിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. പാലാ ബിഷപ്പിൻ്റെ വിദ്വേഷ പരാമർശത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ വഴി വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെ കർശനമായി നേരിടുമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സർക്കുലർ പുറത്തിറക്കി. അനുഷ്ഠാനം പോലെ ഒന്ന്. അതിനുശേഷം ഇതുവരെ വെറുപ്പിൻ്റെ ഒഴുക്കല്ലാതെ മറ്റൊന്നും നാം നവമാധ്യമങ്ങളിൽ കാണുന്നില്ല. പോലീസ് എന്തു ചെയ്യുന്നു? എത്ര പരാതികൾ ഉയർന്നു വന്നു? എത്ര അർത്ഥശൂന്യങ്ങളായ വാദങ്ങൾ ഇവരുണ്ടാക്കി? അതുവഴി എത്ര മനുഷ്യരെ പരസ്പര വിരോധികളാക്കി? വർഗീയത ആഴത്തിൽ വേരുപിടിക്കുകയാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടാണോ നമ്മുടെ സർക്കാരിന്? ഒന്നും ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് നോക്കൂ. വർഗീയ ചേരിതിരിവിൻ്റെ വിദ്വേഷ വിത്തുകളെ മുള പൊട്ടും മുൻപേ അവർ നുള്ളിയെറിയും. അതൊരു രാഷ്ട്രീയ ജാഗ്രതയാണ്, നാടിനെക്കുറിച്ചുള്ള കരുതലാണ്. അടിസ്ഥാനമില്ലാത്ത വ്യാജങ്ങൾ പ്രചരിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ നോക്കുന്നവരൊക്കെ അകത്തുപോകുന്ന കാഴ്ച അവിടെ കാണുമ്പോൾ ഇവിടെ എന്താണ്? ക്രിസ്ത്യൻ യുവാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ അരദശകമായി ഇവിടെ ഹിന്ദുത്വ പരിവാരം ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. 45 വയസ്സിന് താഴെയുള്ള ഇടത്തരക്കാരായ ബിസിനസ്സുകാരെയും ജോലിക്കാരെയുമാണ് പ്രധാനമായും അവർ ലക്ഷ്യമിടുന്നത്. സമുദായ താൽപ്പര്യം സംരക്ഷിക്കാൻ ആത്മസമർപ്പണം ചെയ്ത 3000 പ്രവർത്തകരാണ് ഞങ്ങളുടെ ശക്തിയെന്ന് മത തീവ്രവാദ സംഘടനയായ കാസ പറയുന്നു. കൂടാതെ നിരവധി അനുഭാവികളുമുണ്ടെന്ന് അതിൻ്റെ നേതാക്കൾ അവകാശപ്പെടുന്നു. പല സഭകളുടെയും പിതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ടെന്നും അവരുടെ ഉപദേശങ്ങൾ പരിഗണിക്കാറുണ്ടെന്നും കാസയുടെ നേതാവ് കെവിൻ പീറ്റർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വിദ്വേഷ സംഘത്തിൻ്റെ ഉപദേശക സമിതിയിൽ പല സഭകളിലെയും പിതാക്കളും വൈദികരും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരുമൊക്കെ ഉണ്ടത്രേ. സമുദായത്തിന് വേണ്ടിയുള്ള ആത്മസമർപ്പണം എന്ന് വെച്ചാൽ വസ്തുതകളുടെ പിൻബലമില്ലാത്ത വ്യാജ പ്രചരണമാണ് ഒന്ന്. ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ ആഹ്വാനങ്ങളാണ് മറ്റൊന്ന്. ഒരു മതതീവ്രവാദ സംഘം തുറന്ന പ്രഖ്യാപനങ്ങളുമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ പോലീസ് എന്തു ചെയ്യുന്നു? സർക്കാർ എന്തു ചെയ്യുന്നു? സർക്കാരിൻ്റെ പിന്നിലുള്ള പാർട്ടി എന്തു ചെയ്യുന്നു? കാസയെ പോലെയുള്ള വിദ്വേഷ സംഘടനകൾ സൃഷ്ടിച്ചെടുക്കുന്ന ആൾക്കൂട്ടം വലുതാകുന്നുണ്ടെന്ന് PC ജോർജിനെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നു. നല്ല വിഭാഗം പുരോഹിതരുടെ അടക്കം പിന്തുണ കാസയുടെ രാഷ്ട്രീയത്തിനാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് വിദ്വേഷ പ്രസരണത്തിൻ്റെ മുൻനിരക്കാരനാവുക എന്നതു തന്നെയാണ് ഇക്കാലത്തെ ഏറ്റവും നല്ല നിക്ഷേപമെന്ന് ജോർജിനെ പോലെയുള്ളവർക്ക് അറിയാം. അത് ജോർജുമാർ നന്നായി ചെയ്യുന്നു. മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ മതവിദ്വേഷവും വൈരാഗ്യവും സൃഷ്ടിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിൽ ശത്രുതയും അകൽച്ചയും സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടന്നുവരുന്നു കേരളത്തിൽ. അതുവഴി കേരളത്തിൻ്റെ പരമ്പരാഗത സമുദായ സൗഹാർദ്ദത്തെ അട്ടിമറിച്ച് പുതിയ രാഷ്ട്രീയ വിജയങ്ങൾ കൊയ്യുക എന്നതു തന്നെയാണ് ഉന്നം. അത് ഹിന്ദുത്വ സംഘങ്ങളുടെ അജണ്ടയാണ്. വിദ്വേഷ സംഘടനയായ കാസയുടെ സ്ഥാപകൻ പറയുന്നത് RSSനോടാണ് ഞങ്ങളുടെ ആഭിമുഖ്യം എന്നാണ്. RSS ഹിന്ദു രാജ്യം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കുന്നതായി അവർക്കൊരിക്കലും തോന്നിയിട്ടേയില്ല എന്ന്. അവരുടെ സംഘടനാ പ്രവർത്തന രീതികളും നല്ലതാണത്രേ. അവരുടെ സംഘടനാപരമായ രഹസ്യ സ്വഭാവത്തോടും ആരാധനയാണെന്ന് പറയുന്ന കാസയുടെ ചാട്ടം എങ്ങോട്ടാണെന്ന്, അല്ലെങ്കിൽ ആ കാസയുടെ ചരട് ആരുടെ കയ്യിലാണെന്ന് നമുക്ക് ഇപ്പോൾ നല്ല തെളിച്ചമുണ്ട്. UDFന് മേൽ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ചാപ്പ അടിച്ചു ചേർത്ത് ഇപ്പുറത്ത് മനുഷ്യരെ മതപരമായി സംഘടിപ്പിച്ച് വിജയങ്ങൾ സംഘടിപ്പിക്കാം എന്നാണ് CPIM ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്ന് കാണണം. ഹിന്ദുത്വ വർഗീയതയോടും ക്രിസ്ത്യൻ വിഭാഗത്തെ വെറുപ്പിലേക്കുന്തിയിടുന്ന സംഘങ്ങളോടും സന്ധിയാകാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. വിനാശകരമായ സമവാക്യങ്ങൾ വഴി ജയിക്കാമെന്ന വ്യാമോഹം കൊണ്ടാണ് അടിസ്ഥാന രാഷ്ട്രീയത്തോടു പോലും CPIMന് ഇപ്പോൾ കുറയുന്നത്. അതിലെ സഖാക്കൾ പോലും ഇസ്രയേലാണ് ഇരയെന്നും ഫലസ്തീനാണ് അക്രമി സംഘങ്ങളെന്നും വിചാരിക്കുകയും അത് ഉറക്കെ പറയുകയും ചെയ്യുന്നത്. മകൻ കഞ്ചാവ് കേസിൽ കുടുങ്ങിയത് വാർത്തയാക്കിയ റിപ്പോർട്ടറുടെ മതം നോക്കി ആക്ഷേപിക്കാൻ CPIMൻ്റെ MLA തയ്യാറാകുന്നത് അതുകൊണ്ടാണ്. ആരോഗ്യകരമായി പുലർന്നു പോന്നിരുന്ന കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തെ മതവർഗീയതയുടെ കമ്പിയിൽ കോർത്തെടുക്കാനുള്ള ഈ നീക്കം എല്ലാ അർത്ഥത്തിലും മലയാളി എന്ന ജനതയോടുള്ള വഞ്ചനയാണ്. താൽക്കാലിക വിജയങ്ങൾക്കായി CPIM അടക്കമുള്ള പാർട്ടികൾ സ്വീകരിക്കുന്ന ഈ ഒറ്റുനയത്തിന് അവർ കണക്കു പറയേണ്ടി വരും. പക്ഷേ അന്ന് ഈ നാടുണ്ടാവില്ല എന്നതായിരിക്കും വലിയ ദുരന്തം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.